മനം നൊന്തു വിളിക്കുന്നവരുടെ മനതാരിലേക്ക് കാരുണ്യ കടാക്ഷത്തിന്റെ കനകക്കതിരുകൾ കടലോളം കോരി നൽകുന്ന കരുണാമയൻ. അടിയാന്റെ മാടത്തും ഉടയോന്റെ മേടയിലും ഉന്മതനുണ്മയായി വാഴുന്ന അഭയവരദായകനായ പൊന്നുമുത്തപ്പൻ. കുന്നത്തൂർ മലയിലും പുരളിമലയിലും ഹരിശ്ചന്ദ്രക്കോട്ടയിലും പറശ്ശനിക്കടവിലും പള്ളി വാഴുന്ന കൺകണ്ട ദേവനായ ഭഗവാനെ മംഗലാപുരം ശക്തിനഗറിലും കാലങ്ങളായി ഗുടികെട്ടി ആരാധിച്ചു പോരുന്നു. മനുഷ്യബന്ധത്തിന്റെ അദൃശ്യമായ കണ്ണികളെ തമ്മിലിണക്കി ചേർത്തുകൊണ്ട് ഏഴകൾക്കെല്ലാം ഏറിയൊരു ഗുണം വരുത്തുന്ന ഈ ദേവഭൂമിക്ക് 50-ൽ പരം ആണ്ടുകളുടെ ഇതിഹാസമുണ്ട്. 1972 കാലഘട്ടത്തിൽ കുതിരോളിക്കടുത്തുള്ള ചിത്ര ടാക്കീസിന് സമീപത്ത് ദിവംഗതനായ ശ്രീ ലക്ഷ്മണ് മുത്തപ്പന്റെ ഫോട്ടോ വെച്ച് പൂജിച്ചാരാധിച്ചു പോന്നിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ക്ലേശതകളാൽ ആരാധന തുടരാൻ പറ്റാതെ വന്നപ്പോൾ 1976 മുത്തപ്പ ഭഗവാന്റെ പുണ്യപ്രദായകമായ ദിവ്യരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയായി കാനനമധ്യേ നിർമ്മല ഭൂമികയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ദേവപ്രിയ നിവേദ്യങ്ങളായ മധുപാനീയവും ഉണക്കമീനും നേദിച്ച് പൂജാനുഷ്ഠാനം നടത്തിവന്നു. പ്രാർത്ഥനകളും വഴിപാടുകളുമായി ഭക്തഹൃദയങ്ങൾ ഭഗവാനെ വന്നു തൊഴാൻ തുടങ്ങി. നാട്ടുകാർ ചേർന്ന് രൂപമെടുത്ത ഏകതാ ചൈതന്യമായ കാര്യനിർവാഹക സമിതിയുടെ നേതൃത്വത്തിൽ തുടർന്ന് എല്ലാ വർഷവും മുത്തപ്പ സേവ നടത്തിവരുന്നു. ജനസമർപ്പണ ഫലമായി ദേവന്റെ അനുഗ്രഹത്തോടെ ഏകദേശം 2 കോടി രൂപ ചെലവിൽ ഈ ദിവ്യസന്നിധി ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദേവസന്നിധിയിൽ